നമുക്ക് ആട്ടരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മല്ലി, ചെറിയ ജീരകം, കുരുമുളക്, വറ്റൽമുളക്, വലിയ ജീരകം, ശേഷം പട്ടൻ്റെ ഇലയ്ക്ക് ഇതൊക്കെ കൂടി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് വറക്കാം. അപ്പോൾ വറവായിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആട്ടിറച്ചി ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക്. ഒരു സവാളയും അരിഞ്ഞത് കൂടെ ചേർക്കാം. അപ്പോൾ ഈ വേഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പൊടിച്ചിട്ടുണ്ട്, അതിൽ അരഭാഗം ഇട്ട് കൊടുക്കാം നമുക്ക് പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തത് നമുക്ക് ഇറക്കി കൊടുക്കാം. ഉപ്പിടുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കൂടി നമുക്ക് വേവിക്കാം. മൂടി വെച്ച് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോകണം. എന്തോ നോക്കട്ടെ. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ബാക്കി മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുരിയിട്ട് അപ്പോൾ ഇഞ്ചി കുറച്ച് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം കറിവേപ്പില ഇട്ട് പൊടിച്ച് വെച്ച പകുതി മസാല ഇറച്ചിയിലിട്ട് വേവിച്ചു. ബാക്കി പകുതി ഇതിലിട്ട് കൊടുക്കാം. നമുക്കത് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് വേഗം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. 1/2 കിലോ ഇറച്ചിയാണ്. ഇതിലൊരു സവാള ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് ഉപ്പ് പിടിക്കട്ടെ. മസാല ഒന്ന് സെറ്റാവും. നമുക്കിതൊന്ന് കുറച്ചൊന്ന് വെള്ളം അടിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചി വീണ്ടും നോക്കട്ടെ. വെള്ളമൊക്കെ നമ്മുടെ ആട്ടിറച്ചി